നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആന്റി, എനിക്കെന്തോ പേടി തോന്നുന്നു. ഇന്നത്തോടെ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയുന്ന തോന്നുന്നു. ഇല്ല മോളെ, എന്ത് വന്നാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. മോളൊരു കാര്യം ചെയ്യും, ഭാവനെ വിളിച്ച് ഞാൻ വീണ്ടും സുഖമില്ലാതെ ഹോസ്പിറ്റലായി എന്ന് വിവരം പറഞ്ഞേക്ക്. എന്നാലേ അവളുടെ മനസ്സിനെ മാറാതിരിക്കും. അതിപ്പോ വേണം ആന്റി. ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് പോരെ? എന്നാലും മതി, വിളിക്കാൻ മറക്കരുത്. ഓക്കെ ആന്റി. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കും കേട്ടോ. മോളിങ് പോ. അതെങ്കിലേ വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബോധമില്ലാതെ വീണ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ ജയ. മാഡം ടെൻഷൻ ആവണ്ട, ഇതൊരു ഹോസ്പിറ്റലല്ലേ, പേടിക്കാൻ എന്തിരിക്കുന്നു. ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ ഡോക്ടർ. മാഡം ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്, പിന്നെന്താ? അതെന്റെ മോന് സുഖമില്ലാത്തപ്പോഴല്ലേ, അതുപോലെയാണോ ഞാൻ? എനിക്കിപ്പൊ തന്നെ വീട്ടിലേക്ക് പോണം. അമ്മേ, ഇത് ഭാവന ജോലി ചെയ്തോണ്ടിരുന്ന ഹോസ്പിറ്റല്. ദേ ആൻ സിസ്റ്ററിനെ കണ്ടില്ല? അതെ മാഡം. മാഡം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഞാൻ ഭാവനയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മിക്കവാറും ഭാവന ഇങ്ങോട്ട് വരും. നോക്കൂ മാഡം, മാഡം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അസുഖത്തിന്റെ സീരിയസ്നെസ് മാഡത്തിനും അറിയാവുന്നതുകൊണ്ട് ദയവായി ഞങ്ങളോട് സഹകരിക്കണം. സോറി ഡോക്ടർ, ഞാനിപ്പോ മറ്റൊരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റില്. എനിക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതിപ്പോ എനിക്ക് ഇഷ്ടമില്ലാതെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ജയ. വിവരങ്ങളെല്ലാം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതെ മാഡം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു സ്കാനിങ്ങും കൂടി എടുത്തു നോക്കാം. വേണ്ട, എനിക്ക് ഈ സ്കാനിംഗ് ഒന്നും വേണ്ട. സൂര്യ, എനിക്കിപ്പോ വീട്ടിലേക്ക് പോണം. മാഡം, ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കൂ. ഒന്ന് സ്കാൻ ചെയ്താലേ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് അറിയാൻ പറ്റൂ. സോറി സർ, എനിക്ക് ഇഷ്ടമില്ലാതെ സ്കാൻ ചെയ്യാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ ഇങ്ങനെ വാശി പിടിക്കില്ല അമ്മേ, ഡോക്ടർ പറയുന്ന പോലെ കേൾക്ക്. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഡോക്ടർ, എനിക്കിപ്പോ വീട്ടിലേക്ക് പോണം. മോളെ മാനസ, വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ അമ്മേ ഇത്, കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? ഒന്ന് സ്കാൻ ചെയ്തു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ പോകുന്നത്? ഇത് എന്റെ വാശി തന്നെയാ. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. എനിക്കിപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അച്ഛാ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? അമ്മ ഇങ്ങനെ സമ്മതിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ഡോക്ടറെ, ഞങ്ങൾ എന്താ വേണ്ടേ? ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർ. ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. സോറി സർ, എന്നാ പിന്നെ ഞങ്ങൾ പോവാം. ഓക്കെ മാഡം, എനിക്കൊരു എന്താ ഇത്? ചികിത്സയും വേണ്ട എന്ന് പറഞ്ഞില്ലേ? പറയുന്ന കേൾക്കണം. എനിക്കൊരു സ്കാനിംഗ് വേണ്ട. ജയ, ജയ, എന്താ ഇത്? അയ്യോ, എന്താ അമ്മേ? അമ്മേ, എന്താ പറ്റി? ഒന്നുമില്ല അമ്മേ. അമ്മേ, സിസ്റ്റർ ഓക്സിജൻ കൊണ്ടുവരൂ. എമർജൻസി സ്കാനിങ്ങിന് വേണ്ട ഏർപ്പാട് ചെയ്യൂ. മാഡം, മാഡം, നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ അമ്മയ്ക്കെതിരെ കംപ്ലൈന്റ് ചെയ്തു? അതെ അച്ഛാ, ഭാവന ചേച്ചി അപകടപ്പെടുത്തി ഈ നിലയിലാക്കിയത് അനിമാവനാ. ആ വിവരം അമ്മയ്ക്കും അറിയായിരുന്നു. അച്ഛാ, അരുന്ധതിക്കും എല്ലാം അറിയായിരുന്നു. പേടിച്ചിട്ടാ അവള് നമ്മളോട് ഇതുവരെ ഒന്നും പറയായിരുന്നത്. നിന്റെ അമ്മയ്ക്കിത് എന്തിന്റെ കേടാ മോനെ? ഈ പാപമൊക്കെ അവൾ എവിടെ കൊണ്ട് തീർക്കും? അമ്മയ്ക്കും ഇതിപ്പോ അങ്ങോട്ടെന്ന് അറിഞ്ഞപ്പോഴുണ്ടല്ലോ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഭാവനയേച്ചോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ അനിമാമനല്ലേ കൂടെ ഉള്ളത്? ദുഷ്ടൻ. അയാൾ ഒരാൾ കാരണമല്ലേ നിന്റെ കുടുംബജീവിതം ഇന്നീ ഗതിയിലായത്.
എന്തായാലും ഇതിനി വെറുതെ വിടാൻ പറ്റത്തില്ല അച്ഛാ. അമ്മ എന്തുകൊണ്ട് ഈ ചതിക്ക് കൂട്ടുനിന്നെന്ന് എനിക്കറിയണം. പാവം ഭാവനേച്ചി, ഇനി എന്നാണ് ആ വീൽ ചെയറിൽ നിന്ന് മോചനം കിട്ടുന്നത്? ഭാവനയ്ക്ക് അപകടം നടക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയ്ക്കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. എങ്കിൽ നിന്റെ അനിമാമനോടൊപ്പം അവളും കുറെ കാലം അകത്ത് കിടക്കേണ്ടി വരും. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായച്ചാ. ശ്രീപ്രിയയെ എന്റെ തലയെ കെട്ടിവെക്കാൻ വേണ്ടി തന്നെയാ ഓരോ കാര്യങ്ങൾ അമ്മയും അനിമാമനും കൂടെ ചെയ്തു കൂട്ടുന്നത്. അവസാനം തടസ്സം നിന്ന ഭാവനേച്ചി വരെ ഇല്ലാതാക്കാൻ നോക്കി. അച്ഛാ, ഇങ്ങനെ പോയാ ബാമയ്ക്കും എന്റെ കുഞ്ഞിനെ നേരെ ഏത് സമയത്തും എന്തും സംഭവിക്കും. നീ സമാധാനപ്പെട്. നിന്റെ അമ്മ ഒന്ന് വന്നോട്ടെ. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഞാൻ ഉണ്ടായിക്കൊള്ളാം. ലക്ഷ്യം നേടാൻ വേണ്ടി ആളെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ അത് ആപത്താ മോനെ. നീ പറഞ്ഞതുപോലെ ബാമയ്ക്കും കുഞ്ഞിനും നാളെ എന്തും സംഭവിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ച ഞാൻ ആദ്യം കൊല്ലുന്നത് ശ്രീപ്രിയായിരിക്കും. എന്നാലേ അമ്മയ്ക്കും പുന്നാര ആങ്ങളയ്ക്കും തൃപ്തിയാവും. ഞാനിപ്പോ വന്നത് നന്നായി. എത്രയും വേഗം ഈ വിവരം അച്ഛനെ അറിയിക്കണം. അപ്പോ ഇനി നമ്മുടെ ഒരു ഉദ്ദേശവും നടക്കില്ല അല്ലേ മോളെ? അതെ അച്ഛ. ആന്റിക്കെതിരെ അഭിയേട്ടൻ പരാതി കൊടുക്കണമെങ്കിൽ അഭിയേട്ടന് എത്രമാത്രം ദേഷ്യം ഉണ്ടാവണം. ഇക്കണക്കിന് ഞാൻ ആ വീട്ടിലേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ മോളെ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. സ്വന്തം അമ്മയെന്ന് പോലും നോക്കാതെ അരുന്ധതിയാണ് അമ്മയെ കുറിച്ച് അഭിയോട് പറഞ്ഞത്. എന്നിട്ട് അവളിപ്പോ മിടുക്കിയായി. പക്ഷേ നമ്മളിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ. നമുക്ക് എന്ത് ചെയ്യാനാവോ അച്ഛ? അച്ഛനും പുറത്തില്ലല്ലോ. അതിനൊക്കെ വഴിയുണ്ട് മോളെ. അരുന്ധതിക്ക് നോവണമെങ്കിൽ ഭരത്തിന് വേണം പണി കൊടുക്കണം. അതിനൊരു വഴിയുണ്ട്. മോള് ഞാൻ പറയുന്ന ഒരാളെ പോയി കാണണം. ആരെ? മൈക്കിൾ. ഞാനിപ്പോ പരിചയപ്പെട്ട ഒരാളാണ് ഈ മൈക്കിൾ. ഭാരത് കാരണം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഒരാളാണ് ഈ മൈക്കിൾ. ഇവിടുത്തെ മയക്കുമരുന്ന് ലോബിയുടെ ഒരു പ്രധാന കണ്ണിയാണ് ഈ മൈക്കിൾ. ഈ ഭരത് കുറെ നാൾ മൈക്കിളിന്റെ ഏജന്റായി നിന്നിരുന്നു. സത്യമാണോ അച്ഛ? അതേ മോളെ. ഇപ്പോൾ ഭരത്തിന് കൊടുക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് മൈക്കിൾ. മോളൊന്ന് മനസ്സ് വച്ചാൽ തന്ത്രപൂർവ്വം ഭരത്തിന് നമുക്ക് കൊടുക്കാം. പക്ഷെ എങ്ങനെ? ഞാൻ മൈക്കിളിന്റെ നമ്പർ മോൾക്ക് തരാം. മോള് മൈക്കിളിനെ പോയി കാണണം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഭരത്തിന് മയക്കുമരുന്ന് കേസിൽ അകത്താക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു മോളെ.